എല്ലാവർക്കും മെയ് ഹിന്ദീസിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷവും അഭിമാനവും നൽകുന്നൊരു ദിവസമാണ് ഇന്ന്. എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു. നമുക്കറിയാം, നമ്മൾ എന്നും രാത്രി ഉറങ്ങുന്നത് നമ്മുടെ അതിർത്തികളെ കാവൽ നിൽക്കുന്ന പട്ടാളക്കാരോടും നാവികസേന ഉദ്യോഗസ്ഥരോടും വ്യോമസേന ഉദ്യോഗസ്ഥരോടുമുള്ള വിശ്വാസത്തിന് പുറത്താണ്. അവർ അവരുടെ ജീവൻ ത്യാഗം ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജീവനും നമ്മുടെ നാടിനും വേണ്ടി അവിടെ കഷ്ടപ്പെടുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി ആവട്ടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സൗമ്യ രാജ് എന്നുള്ളൊരു ഐഡിയിൽ നിന്നൊരു കമന്റ് വന്നിരുന്നു. ടീച്ചർ ജൂലൈ 26 പ്രതീക്ഷിച്ചു, ആഗസ്റ്റ് 15 എനിക്ക് വേണ്ടി മാറ്റിവെക്കണം. ബ്രാക്കറ്റിൽ സന്ദേശ് ആത്തേ ഹേ അല്ലെങ്കിൽ മേരി മിട്ടിമേ മിൽ ജാവോ, ഇതായിരുന്നു ആ കമൻറ്റ്. അപ്പോൾ ഞാൻ എടുത്തു നോക്കിയപ്പോൾ ശരിയാണ്, ഇതിന് മുന്നേ 2 മാസം മുമ്പ് അവർ എനിക്കൊരു കമൻറ്റ് ചെയ്തിരുന്നു. 2 മാസം മുമ്പ് സൗമ്യരാജ് ഇട്ട ഈ ഒരു കമൻറ്റ് എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചൊരു കമൻ്റ് ആയിരുന്നു. അപ്പോൾ സൗമ്യരാജ് ചോദിച്ചതുപോലെ തേരി മിട്ടിമേ മിൽജാവ് എന്ന ഗാനമാവട്ടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇത് നമ്മുടെ നാടിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച എല്ലാ ധീര ജവാന്മാർക്കും ഇന്നും നമ്മുടെ നാടിനെ സംരക്ഷിച്ചുകൊണ്ട് ഉറക്കം കളഞ്ഞ് തൻ്റെ ജീവൻ ത്യാഗം ചെയ്തുകൊണ്ട് നിൽക്കുന്ന എല്ലാ ജവാന്മാർക്കും വേണ്ടി ആവട്ടെ ഇന്നത്തെ ഈ പാട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. തലവാരോ പേസർ വാരദിയേ അങ്കാരോ മേ ജിസ്ം ജലായാ ഹേ. അർത്ഥം നോക്കാം. തൽവാറും പേ സർവാർ ദിയെ മീൻസ് തൽവാർ വാളാണ്, സർ തല, വാർ ദിയെ മീൻസ് നൽകി. അങ്കാരോ മേ ജിസ്ം ജലായ ഹെ, അങ്കാര മീൻസ് തീക്കനൽ, ജിസ്മ ശരീരം, ജലായ ഹെ കത്തിച്ചു. ഞാൻ എൻ്റെ തല വാളുകളിൽ ബലി അർപ്പിച്ചു, ഞാൻ എൻ്റെ ശരീരം തീക്കനലിൽ കത്തിച്ചു. അടുത്ത വരി നോക്കാം. तब जाके कही हमने सर पे ये केसरी रंग सजाया है. കേസരി രംഗ് എന്ന് പറയുന്നത് നമ്മുടെ ത്രിവർണ്ണ പതാകയുടെ മുകളിലത്തെ നിറമാണ്. അത് നമ്മുടെ ദേശത്തിൻ്റെ ശക്തിയുടെയും ധൈര്യത്തിൻ്റെയും പ്രതീകമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു വരി കൊടുത്തിരിക്കുന്നത്. അപ്പോഴാണ് ഞങ്ങൾ ഈ കുങ്കുമ നിറം കൊണ്ട് ശിരസ് അലങ്കരിച്ചത്. ഈ വരികൾ ഒന്നുകൂടി നോക്കാം. തലവാരോ പേ സർവാർ ദിയേ അങ്കാരോ മേ ജിസ്മ ജലായാ ഹേ തബ് ജാകെ കഹി ഹംനെ സിർ പേ യേ കേസരി രംഗ് സജായാ ഹേ. ഏ മേരി സമി अफसोस नहीं जो तेरे लिए सो दर्द सहे. ए मेरी ज़मीन अफसोस नहीं, മേരി സമീൻ എൻ്റെ മണ്ണ് എൻ്റെ നാട്. അഫ്സോസ് നെഹി, അഫ്സോസ് മീൻസ് എനിക്ക് ഒരു ദുഃഖവുമില്ല, ഒരു ഖേദവുമില്ല. ജോ തേരെ ലിയെ നിനക്ക് വേണ്ടി, സോ ദർദ് സഹേ, സൗ ദർദ് മീൻസ് 100 വേദന, സഹേ സഹിച്ചു. എൻ്റെ നാടേ നിനക്ക് വേണ്ടി 100 വേദനകൾ സഹിക്കുന്നതിന് എനിക്കൊരു ഖേദവുമില്ല, സങ്കടവുമില്ല. അടുത്ത വരി നോക്കാം. महफूस रहे तेरे आन सदा चाहे जान मेरी ये रहे न रहे. महफूस रहे तेरी आन सदा चाहे जान मेरी ये रहे न रहे. മേരി ജാൻ രഹേ യാ ന രഹേ, എൻ്റെ ജീവൻ നിലനിന്നാലും ഇല്ലെങ്കിലും മെഹഫൂസ് രഹേ, മെഹഫൂസ് രഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷിതമായിരിക്കട്ടെ. തേരി ആൻ സദാ, സദാ തേരി ആൻ മെഹഫൂസ് രഹേ, എന്നും നിന്റെ അഭിമാനം, ആൻ മീൻസ് അഭിമാനമാണ്, നിന്റെ അഭിമാനം, നിന്റെ ഇസ്സത്ത്, അത് എന്നും സുരക്ഷിതമായിരിക്കട്ടെ. നമ്മുടെ എല്ലാ ജവാന്മാരും മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന ഇത് തന്നെയാണ്. എൻ്റെ ജീവൻ നിലനിന്നാലും ഇല്ലെങ്കിലും എൻ്റെ നാടിൻ്റെ അഭിമാനം അതെന്നും സുരക്ഷിതമായിരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ വരിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത വരി നോക്കാം. ഏ മേരി സമീൻ മെഹബൂബ് മേരി, മേരി നസ് നസ് മേ തെരാ ഇഷ്ക് ബഹേ. അർത്ഥം നോക്കാം. ഏ മേരി ജമീൻ എൻ്റെ നാടേ എൻ്റെ മണ്ണേ, മെഹബൂബ് മേരി, മെഹബൂബ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടത്, ബിലൗഡ്. മേരി മെഹബൂബ് എൻ്റെ പ്രിയപ്പെട്ടതാണ്, എൻ്റെ നാട് എൻ്റെ മണ്ണ് എനിക്ക് പ്രിയപ്പെട്ടതാണ്. മേരി നസ് നസ്മേ, നസ് മീൻസ് ഞരമ്പ്, മേരി നസ് നസ്മേ എൻ്റെ ഞരമ്പുകളിൽ തെരാ ഇഷ്ക്, തെരാ നിന്റെ, ഇഷ്ക് പ്രണയം, നിന്റെ പ്രണയം, ബഹന ഒഴുകുക.
ഓരോ ഇന്ത്യക്കാരുടെ ഉള്ളിലും അവരുടെ ഞരമ്പുകളിലും നമ്മുടെ നാടിനോടുള്ള പ്രണയമാണ്. അതാണ് ഇവിടെ പറയുന്നത്, എൻ്റെ പ്രിയ നാടേ, നിന്റെ സ്നേഹം എൻ്റെ ഞരമ്പുകളിലൂടെ ഒഴുകുന്നു. ഇവിടുത്തെ ഓരോ ധീര ജവാന്മാരുടെയും ഞരമ്പുകളിലൂടെ ഒഴുകുന്നത് അവരുടെ നാടിനോടുള്ള പ്രണയമാണ്, സ്നേഹമാണ്. വരെ നോക്കാം. फीका न पड़े कभी रंग तेरा जिस्मों से निकल के खून कहे. ഫീക്ക ന പടേ, ഫീക്ക ന പടേ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മങ്ങരുത്. കബി രംഗ് തേര, ഒരിക്കലും നിന്റെ നിറം മങ്ങരുത്. ജിസ്മോസെ, ജിസ്മു മീൻസ് ശരീരം, ജിസ്മോസെ നിക്കൽ കെ, ശരീരത്തിൽ നിന്ന് ഇറങ്ങി, ഖൂൻ കഹെ, ഖൂൻ മീൻസ് രക്തം, എൻ്റെ ശരീരത്തിലെ രക്തത്തുള്ളികൾ ഇറങ്ങി പറയുകയാണ് ഒരിക്കലും നിന്റെ നിറം മങ്ങരുത്. നിന്റെ നിറം ഒരിക്കലും മങ്ങരുതെന്നാണ് എൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന രക്തത്തുള്ളികൾ പറയുന്നത്. അതായത് എന്നും നമ്മുടെ നാട് തിളക്കമുള്ളതായിരിക്കണം എന്നാണ് ഓരോ പട്ടാളക്കാരും അല്ലെങ്കിൽ ഓരോ ജവാന്മാരും ആഗ്രഹിക്കുന്നത്. ഒന്നുകൂടി ആ വരികൾ നോക്കാം. ए मेरी जमीन अफसोस नहीं जो तेरे लिए सो दर्द सहे, महफूस रहे तेरे आन सदा चाहे, जान मेरी ये रहे न रहे. ए मेरी ज़मीन महबूब मेरी, मेरी नस नस में तेरा इश्क बहे, फीका न पड़े कभी रंग तेरा जिस्मों से निकल के खून कहे. तेरी मिट्टी में मिल जावा घुल बन के मैं खिल जावा, इतनी सी है दिल की आरज़ू. അർത്ഥം നോക്കാം. തേരി മിട്ടിമേ, നിന്റെ മണ്ണില്, മിൽജാവ കൂടിച്ചേരണം, എനിക്ക് നിന്റെ മണ്ണിനോട് ചേരണം. ഘുൽ ബൻകെ മേ ഖിൽജാവ, ഘുൽ മീൻസ് ഫ്ലവർ, ബൻകെ പൂവായിട്ട്, ഖിൽജാവ ഖിൽന വിരിയുക, ഖുൽ ബൻകെ മേ ഖിൽജാവ എന്ന് പറഞ്ഞാൽ പൂവായി വിരിയണം. ഇത്നീസി ഹേ ദിൽ കി ആരസു, ഇത്നീസി ഹേ ഇത്ര മാത്രയുമാണ്, ദിൽ കി ആരസു ദിൽ ഹൃദയം, ആരസു ആഗ്രഹം, ഇത്രയുമാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം. तेरी नदियों में बह जावा तेरे खेतों में लहरावा, इतनी सी है दिल की आरज़ू. तेरी नदियों में, നിന്റെ നദിയിൽ, ബഹ്ജാവ ഒഴുകണം, നിന്റെ നദികളിൽ ഒഴുകണം. തേരെ ഖേത്തോമേ ലഹരാവ, ഖേത്ത് മീൻസ് വയലാണ്, തേരെ ഖേത്തോമേ നിന്റെ വയലുകളിൽ, ലഹരാവ ആടി ഉലയണം. ഇത്നീസി ഹേ ഇത്രയുമാണ്, ദിൽക്കി ഹൃദയത്തിൻ്റെ, ആരുസു ആഗ്രഹം, ഇത്രയുമാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം. ഈ വരികൾ ഒന്നുകൂടെ നോക്കാം. तेरी मिट्टी में मिल जावा गुल बन के मैं खिल जावा, इतनी सी है दिल की आरज़ू. तेरी नदियों में बह जावा तेरे खेतों में लहरावा, इतनी सी है दिल की आरज़ू. सरसों से भरे खलिहान मेरे जहाँ झूम के भंगड़ा पा न सका. सरसो से ഭരേ ഖലിഹാൻ മേരെ, സർസോ എന്ന് പറഞ്ഞാൽ കടുകാണ്, കടുക് മണികൾ. സർസോ സെ ഭരേ, ഭരേ മീൻസ് നിറഞ്ഞ, ഗലിഹാൻ, ഗലിഹാൻ എന്ന് പറഞ്ഞാൽ കളപ്പുര, അതായത് നമ്മുടെ വിളവ് സൂക്ഷിക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ കളപ്പുര അല്ലെങ്കിൽ ഗലിഹാൻ എന്ന് പറയുന്നത്. കൃഷി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വിളവ് സൂക്ഷിച്ചു വയ്ക്കുന്ന സ്ഥലം. അപ്പോൾ സരസോസെ ഭരേ ഖലിഹാൻ മേരെ, എൻ്റെ കളപ്പുര എന്ന് പറയുന്നത് അവിടെ കടുക് മണികളും നിറഞ്ഞിരിക്കുകയാണ്, അതായത് കടുകിൻ്റെ കൃഷിയാണ് അവിടെ, കടുകിൻ്റെ വിളവെടുത്ത് കടുക് മണികൾ കൊണ്ട് എൻ്റെ കളപ്പുര നിറഞ്ഞിരിക്കുന്നു. ജഹാ ജൂമുക്കെ ഭംഗട പാനസക, ജഹാം എവിടെയാണോ, ജൂമുക്കെ ഭംഗട, ഭംഗട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബി നൃത്തമാണ് ഭാംഗ്ര, അതാണ് ഭംഗട എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് അത് വിളവെടുപ്പിൻ്റെ സമയത്ത് അല്ലെങ്കിൽ കൃഷിയുടെ സമയത്ത് അവർ നൃത്തം ചെയ്ത് പാട്ട് പാടുന്നതിനെയാണ് പഞ്ചാബി ഭാംഗ്ര എന്ന് പറയുന്നത്, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് എവിടെയാണോ എനിക്ക് ഭാംഗ്ര നൃത്തം ചെയ്യാൻ സാധിക്കാതിരുന്നത്, അതായത് ആ വിളവെടുപ്പിന് എനിക്ക് ഭാംഗ്ര നൃത്തം ചെയ്യാൻ സാധിച്ചില്ല, ഞാൻ ഉണ്ടായിരുന്നില്ല, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എവിടെയാണോ എനിക്ക് ഭാംഗ്ര നൃത്തം ചെയ്യാൻ സാധിക്കാതിരുന്നത് ആ കളപ്പുര ഇന്ന് കടുകുമണികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അതാണ് ഈ വരികൾ. അടുത്ത വരി നോക്കാം. ആബാദ് രഹേ വോ ഗാവ് മേരാ ജഹാ ലൗട്ട് കെ വാപ്പസ് ജാ ന സകാ. ആബാദ് രഹേ വോ ഗാവ് മേരാ ജഹാ ലൗട്ട് കെ വാപ്പസ് ജാ ന സകാ. ജഹാം എവിടെയാണോ, ലൗട്ട് കെ തിരിച്ച്, വാപ്പസ് ജാ നാ സകെ തിരിച്ചു പോവാൻ സാധിക്കാതിരുന്നത്, ആ എൻ്റെ ഗ്രാമം, വോ ഗാവ് മേര ആ എൻ്റെ ഗ്രാമം,
ആബാദ് രഹേ. ആബാദ് രഹേ മീൻസ് അഭിവൃദ്ധി പ്രാപിക്കട്ടെ. എവിടേക്കാണോ എനിക്ക് തിരിച്ചു പോകാൻ സാധിക്കാതിരുന്നത്, എൻ്റെ ആ ഗ്രാമം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. അതായത് വീരമൃത്യു വരിച്ച ഒരു ജവാന്റെ വാക്കുകളാണിത്. സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോവാൻ സാധിച്ചില്ല, ആ നാടിനെന്നും നന്മയുണ്ടാവട്ടെ, അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് അദ്ദേഹം. ഈ അർത്ഥം നോക്കിയ വരികൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. सरसों से भरे खलिहान मेरे, जहाँ झूम के भंगड़ा पा न सका, आबाद रहे वो गाँव में राजा, लौट के वापस जा न सका. ओ वतनावे मेरे वतनावे, तेरा मेरा प्यार निराला था. വത്തന എന്ന് ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ടതെന്നാണ് അർത്ഥം. ഓ വത്തനാവേ മേരെ വത്തനാവേ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയ നാടേ. തേരാ മേരാ പ്യാർ നിരാലാധ. തേരാ മേര എൻ്റെയും നിൻ്റെയും, പ്യാർ പ്രണയം, സ്നേഹം, നിരാലാധ. നിരാല മീൻസ് അതുല്യമായിരുന്നു, യുണീക്കാണ്, അസാധാരണമാണ്. അതായത് നമുക്ക് നമ്മുടെ നാടിനോടുള്ള പ്രണയം അത് വേറിട്ടൊരു പ്രണയമാണ് അല്ലേ. അത് അസാധാരണമായ, സാധാരണ ഒരു പ്രണയം പോലെയല്ല, നമുക്ക് നാടിനോടുള്ള പ്രണയം അത് അസാധാരണമാണ്, അതുല്യമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. कुर्बान हुआ तेरी असमत पे मैं कितना नसीब वाला था. കുർബാൻ ഹുവ. കുർബാൻ ഹുവ മീൻസ് ത്യാഗം ചെയ്തു, ജീവൻ ത്യാഗം ചെയ്തു. തേരി അസ്മത് പേ. അസ്മത് എന്ന് പറഞ്ഞാൽ ഇസ്സത്ത്, നിന്റെ അഭിമാനത്തിൽ, ഭൂമിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൻ്റെ അഭിമാനത്തിന് വേണ്ടി ജീവൻ ത്യാഗം ചെയ്ത മേ ഞാൻ, കിത്തന നസീബോ വാലാദ. നസീബ് എന്ന് പറഞ്ഞാൽ ഭാഗ്യവാനാണ്, ലക്കിയാണ്. നിന്റെ അഭിമാനത്തിന് വേണ്ടി ജീവൻ ത്യാഗം ചെയ്ത ഞാൻ എത്ര ഭാഗ്യവാനാണ്. ഈ വരികൾ ഒന്നുകൂടി നോക്കാം. ഓ വത്തനാവേ മേരെ വത്തനാവേ, തെര മേരാ പ്യാര നിരാലാദ, കുർബാൻ ഹുവാ തെരി അസ്മത് പേ മേ കിतना नसीबो वालादा. तेरी मिट्टी में मिल जावा गुल बन के, मैं खिल जावा इतनी सी है दिल की आरज़ू. तेरी नदियों में बह जावा, तेरे खेतों में लहरावा इतनी सी है दिल की आरज़ू. അടുത്ത വരി നോക്കാം. ओ हीर मेरी तू हस्ती रहे, तेरी आंख गड़ी भर नम ना हो. ഹീർ എന്ന വാക്കിന് പല അർത്ഥമുണ്ട്. ഇവിടെ അർത്ഥം ബിലൗഡ് എന്നാണ്, പ്രിയപ്പെട്ട നാട് എന്നുള്ള അർത്ഥത്തിലാണ്. തൂ ഹസ്തി രഹേ. ഹസ്തി മീൻസ് ചിരിക്കുക അല്ലെങ്കിൽ പുഞ്ചിരിക്കുക. തൂ ഹസ്തി രഹേ, നീ എന്നും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കട്ടെ. എൻ്റെ പ്രിയ നാടേ, നീ എന്നും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കട്ടെ. തേരി ആങ്ക് ഘടി ഭർ നം നാ ഹോ. തേരി ആങ്ക് നിന്റെ കണ്ണുകൾ, ഘടി ഭർ അതായത് ഒരു നിമിഷം പോലും, നം നാ ഹോ നനയാതിരിക്കട്ടെ. ഒരു നിമിഷം പോലും നിന്റെ കണ്ണ് നനയാതിരിക്കട്ടെ. मैं मरता था जिस मुखड़े पे, कभी उसका उजाला कम ना हो. मैं मरता था जिस मुखड़े पे. മർണ മരിക്കുക, മുഖടെ ഫേസ്, ഉസ്ക ഉജാല. ഉജാല മീൻസ് അതിൻ്റെ തിളക്കം, പ്രകാശം, കം നാഹോ കുറയരുത്. മേ മർത്താദാ ജിസ് മുഖടെ പേ. ആർക്ക് വേണ്ടിയാണോ ഞാൻ മരിച്ചത്, ഉസ്ക ഉജാല കം നാവു. ആ മുഖത്തിൻ്റെ തിളക്കം ഒരിക്കലും മങ്ങാതിരിക്കട്ടെ. അതായത് എൻ്റെ ഭാരതഭൂമിയുടെ മുഖം ഒരിക്കലും മങ്ങാതിരിക്കട്ടെ, അതിൻ്റെ തിളക്കം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കട്ടെ. ഈ വരികൾ ഒന്നുകൂടി നോക്കാം. ओ हीर मेरी तू हंसती रहे, तेरी आंख गड़ी भर नम ना हो. मैं मरता था जिस मुखड़े पे, कभी उसका उजाला कम ना हो. ओ माई मेरी क्या फिक्र तुझे, क्यों आंग से दरिया बहता है. ജവാന്മാരുടെ അമ്മയെക്കുറിച്ച് ഓർത്തിട്ടുണ്ടോ അല്ലേ? അപ്പോൾ ഈ ജവാൻ തൻ്റെ അമ്മയോട് പറയുകയാണ്, അമ്മേ, ഓ മായി. മായി എന്ന് പറഞ്ഞാൽ അമ്മേ, മെരി ക്യാ ഫിക്ർ തുജെ. ഫിക്ർ കർണ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക, വേവലാതിപ്പെടുക. എന്തിനാണ് എന്നെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടുന്നത്? ഓ മായി മെരി ക്യാ ഫിക്ർ തുജെ. അമ്മേ, നീ എന്തിനാണ് എന്നെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടുന്നത്? ക്യൂ. ക്യൂ മീൻസ് എന്തുകൊണ്ട്. ആങ്സെ കണ്ണിൽ നിന്ന്, ദരിയ. ദരിയ ടിയേഴ്സ് കണ്ണുനീര്, ബഹത്ത ഹെ ഒഴുകുന്നത്. എന്തിനാണ് നിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നത്? तू कहती दी तेरा चांद हूँ मैं, और चांद हमेशा रहता है. तू कहती दी നീ പറയുമായിരുന്നു, തേരാ ചാന്ദ് നിന്റെ ചന്ദ്രൻ, മേഹു ഞാനാണെന്ന്. ഞാൻ നിന്റെ ചന്ദ്രനാണെന്ന് നീ പറയാറുണ്ടായിരുന്നു. ഓർ ചാന്ദ് ഹമേശ രഹത്താ ഹെ.
ചന്ദ്രൻ എപ്പോഴും നിലനിൽക്കുന്നു. അതായത് വീരമൃത്യു വരിച്ച ഒരു ജവാൻ തൻ്റെ അമ്മയോട് മനസ്സുകൊണ്ട് പറയുകയാണ്, അമ്മേ നീ പറയുമായിരുന്നു ഞാൻ നിന്റെ ചന്ദ്രനാണെന്ന്, അതുകൊണ്ട് ചന്ദ്രൻ ഒരിക്കലും മരിക്കില്ല, അതെന്നും നിലനിൽക്കും, അതുകൊണ്ട് ഞാൻ എന്നും ഈ ഭൂമിയിൽ ഉണ്ടാകും എന്ന് മകൻ പറയുകയാണ്. ഈ വരികൾ ഒന്നുകൂടെ നോക്കാം. ओ माई मेरे क्या फिक्र तुझे क्यों आंग से दरिया बताए, तू कहती थी तेरा चांद हूँ मैं, ओ चांद हमेशा रहता है, तेरी मिट्टी में मिल जावा घुल बन के मैं खिल जावा, इतनी सी है दिल की आरज़ू, तेरी नदियों में बह जावा तेरे खेतों में लहरावा, इतनी सी है दिल की आरज़ू. നമ്മുടെ ധീര ജവാന്മാർക്ക് ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ട് കൊടുത്തുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ.